സാറേ ഗുഡ് ഈവനിങ്. ഞാൻ പ്രകാശ് അരസു. ഞാൻ സാറിന് ഒരു ചെറിയ വീഡിയോ അയക്കുന്നുണ്ട്. ഈ വീഡിയോയ്ക്കകത്ത് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഡിസൈനിനെ പറ്റി ഒരു ചെറിയ എക്സ്പ്ലനേഷന്, അതേപോലെ നമ്മുടെ കൊട്ടേഷനെ പറ്റി ചെറിയ എക്സ്പ്ലനേഷന് എല്ലാം ഒരു 5 മിനിറ്റിനകത്ത് തന്നെ നിർത്താവുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കാം. സ്പീഡിൽ തന്നെ ഞാൻ പറഞ്ഞു പോകാം. കൂടുതൽ എക്സ്പ്ലനേഷൻ ചെയ്യുന്നില്ല. അത് നമുക്ക് ഫർദറായിട്ടുള്ള ഡിസ്കഷനകത്ത് ചെയ്യാം. എല്ലാ യൂണിറ്റ്സുകളും നമ്പർ വെച്ചാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് ഓരോ വോളും, ഇപ്പോൾ ഈസ്റ്റ് വോൾ, സൗത്ത് വോൾ, നോർത്ത് വോൾ, വെസ്റ്റ് വോൾ, അപ്പം ആ ഈസ്റ്റ് വോളിലെ 4ാമത്തെ യൂണിറ്റ് റീപ്ലേസ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പം ഈസ്റ്റ് വോൾ ഇരുന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ഫ്ലോർ യൂണിറ്റ്സിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റോറേജ് യൂണിറ്റ് ആണ്. ഈ സ്റ്റോറേജ് യൂണിറ്റ് 1000 mm, നടുക്ക് ഇങ്ങനെ ഒരു ഷെൽഫ് വരും, സ്റ്റോറേജ് യൂണിറ്റ്. രണ്ടാമത്തെ യൂണിറ്റ് നമ്മൾ സിങ്കിൻ്റെ യൂണിറ്റ് 1000 തന്നെയാണ്. അതിന് നമുക്ക് സിംഗിൾ ബൗൾ വിത്ത് ഡ്രെയിനോ ഡബിൾ ബൗളോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഡിറ്റർജൻറ്റും അതേപോലെ തന്നെ വേസ്റ്റ് ബിന്നും ഇതിനകത്ത് ഉണ്ട്. ഈ സോഫ്റ്റ്വെയറിൽ കാണിക്കത്തില്ല, പക്ഷെ നമ്മൾ കൊട്ടേഷനകത്ത് സ്പെസിഫിക് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഡിറ്റർജൻറ്റും വേസ്റ്റ് ബിന്നും ഉള്ളതിന് വേറെ സെപ്പറേറ്റ് പ്രൈസ് ആയിരിക്കും, കുറച്ചും കൂടെ പ്രൈസിങ് കൂടുതലായിരിക്കും. അതാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതും സ്റ്റോറേജ്. അങ്ങനെ 1, 2, 4, 3 യൂണിറ്റുകൾ. അത് കഴിഞ്ഞാൽ 8. ഈ 8ാമത്തെ യൂണിറ്റ്, ഇവിടെ കാണിച്ചിരിക്കുന്ന യൂണിറ്റ് നടുക്ക് ഷെൽഫ് വരും. പക്ഷെ നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ യൂണിറ്റാണ്. ആ കോർണർ സ്പേസ് നമ്മൾ ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ അതിനകത്ത് സിലിണ്ടർ കൊണ്ടുവരേണ്ട, സിലിണ്ടറിന് വേണ്ടി സെപ്പറേറ്റ് ഒരു യൂണിറ്റ് എന്നല്ലേ നമ്മൾ സംസാരിച്ചത്. പക്ഷേ എനിക്ക് ആ മാക്സിമം അതെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന എല്ലാ യൂണിറ്റ്സിനകത്തും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ യൂട്ടിലൈസേഷൻ വേണം. അപ്പം ഈ ഒരു കോർണർ യൂണിറ്റ് നമ്മൾ നേരത്തെ പറയുന്ന പോലെയാണ്. കോർണർ യൂണിറ്റിനകത്ത് നമ്മൾ പാത്രങ്ങളും കാര്യങ്ങളും വെക്കുന്നു. അതേപോലെ സിലിണ്ടറിന് വേണ്ടി സെപ്പറേറ്റ് ഒരു സിലിണ്ടർ യൂണിറ്റ്. അതിന് അങ്ങനെ അല്ലാതെ ഈ കോർണർ തന്നെ നമ്മൾ സിലിണ്ടറിന് വേണ്ടി മാക്സിമം 2 സിലിണ്ടർ, അതായത് ഒരു വീട്ടിൽ നോർമലി 2 സിലിണ്ടർ കാണുന്നു. അപ്പോൾ ഇതിനകത്ത് 2 സിലിണ്ടറും കയറും. നമുക്ക് എന്നിട്ട് ഗ്രാനൈറ്റിൽ ഹോള് വെച്ചിട്ട് ഓസ് വെച്ച് ഗ്യാസ് സ്റ്റൗവ് ഈ പറഞ്ഞ യൂസ് ചെയ്യുന്നു. അങ്ങനെ ഈ 8 എന്ന് പറയുന്ന യൂണിറ്റ് 1100 mm നീളം വരുന്നതാണ്. അതിനകത്ത് 2 സിലിണ്ടർ സുഖമായിട്ടിരിക്കും. 7 എന്ന് പറയുന്ന യൂണിറ്റിനകത്ത് ഞാൻ ഫസ്റ്റ് മേളിൽ 2 കട്ട്ലറിക്ക് വേണ്ടി 2 ഡ്രോയറും താഴെ പ്ലേറ്റിന് വേണ്ടി ഈ പറഞ്ഞ പോലെ തന്നെ ഡ്രോയറും. അങ്ങനെ കട്ട്ലറിക്ക് 2 ഡ്രോയർ, താഴെ പ്ലേറ്റ് ഹോൾഡേഴ്സ്. അതേപോലെ 6നകത്തും നമുക്ക് 2 ഡ്രോയറും ഈവൻ ഹൈറ്റ്, അതായത് മീഡിയം ഹൈറ്റിലുള്ള 2 ഡ്രോയേഴ്സ് 6 യൂണിറ്റ്, മീഡിയം ഹൈറ്റിലുള്ള 1 ഡ്രോയർ 7 യൂണിറ്റ്. ഇതിനകത്തും ഇത് പ്ലേറ്റ് ഹോൾഡേഴ്സ് കാണും. ഈ 6ന്റെ താഴെയും പ്ലേറ്റ് ഹോൾഡർ കാണും. മേളിൽ പാർട്ടീഷൻ ഇതും കാണും. 5 നമുക്ക് 2D പുള്ളോട്ട്, എണ്ണ അതുമാതിരിയുള്ള സാധനങ്ങൾ വയ്ക്കാൻ. ഇങ്ങനെ ആ ഹോബിൻ്റെ നേരെ താഴെ തന്നെ നമുക്ക് കട്ട്ലറിയും ബിന്നുകളും പ്ലേറ്റുകളും ഓയിൽ പുള്ളൗട്ടും ഇതൊക്കെ വെക്കുന്ന എല്ലാ യൂണിറ്റ്സുകളും അവിടെ തന്നെ നമ്മൾ കൊണ്ടുവന്നു. പിന്നെ ഈ ഹോബിൻ്റെ നേരെ താഴെ തന്നെ വരും. കുറച്ച് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഡ്രോയർ അതിൻ്റെ ഇങ്ങോട്ട് മാറിയിരിക്കും. പക്ഷേ നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന 60 സെൻറ്റിമീറ്ററിൻ്റെ ഹോബാണ്. നമ്മളൊരു ഗ്യാസ് സ്റ്റൗ എന്ന് പറയുന്നത് 70 സെൻറ്റിമീറ്റർ ആവും. അപ്പോൾ അത് കുറച്ചും കൂടെ ഇതിൻ്റെ മുകളിൽ ഈവനായിട്ട് നിൽക്കും, അല്ലെങ്കിൽ നീളത്തിൽ നിൽക്കും. ഇപ്പോൾ കാഴ്ചയിൽ വലിയ അഭംഗി വരത്തില്ല. പിന്നെ അതേപോലെ തന്നെ ഈ പോയിന്റിന് വേണ്ടി മൈക്രോവേവ് ഓവൻ ഇങ്ങനെയാണ് പ്ലേസ് ചെയ്തത്. അപ്പോൾ തുറന്നു കഴിഞ്ഞാൽ താഴെ ഇവിടെ നമുക്ക് സാധനങ്ങൾ വെച്ച് എന്തെങ്കിലും അത് സ്റ്റെയർ ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈസ്റ്റ് വോളിൽ തന്നെ കൊണ്ടുപോകാം. ഏതായാലും 3ാമത്തെ യൂണിറ്റ് നമ്മൾ GTPT യൂണിറ്റ്, അതായത് കഴുകിയിട്ട് പ്ലേറ്റ് ഗ്ലാസ് വെക്കാവുന്ന GTPT യൂണിറ്റ് എന്ന് പറയും. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് 1000 mm ഉണ്ട്. അപ്പം ഒരു വീട്ടിൽ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ഗ്ലാസ്, അതേപോലെ തന്നെ കപ്പ്, സോസ്, പ്ലേറ്റുകൾ, അതായത് നിത്യം ഉപയോഗിക്കുന്ന വീട്ടുകാർ തന്നെ സ്ഥിരം ഉപയോഗിക്കുന്ന ഇതുമാതിരിയുള്ള എല്ലാ സാധനങ്ങളും 1000 mm ആയതുകൊണ്ട് സുഖമായിട്ട് അതിനകത്ത് ഇരിക്കും. വലിയ ഡയമീറ്റർ ഉള്ള സാധനം ഇരിക്കും. കാരണം നമ്മൾ 40 സെൻറ്റിമീറ്റർ ഡെപ്ത് ഉള്ള യൂണിറ്റാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ വാട്ടർ പ്യൂരിഫയറിൻ്റെ യൂണിറ്റ്. അത് കഴിഞ്ഞ് ഈ 2 യൂണിറ്റ് നമുക്ക് ഈ സോഫ്റ്റ്വെയറിലെ എല്ലാ മോഡ്യൂൾസും
അപ്ഡേറ്റഡ് ആവുന്ന മോഡ്യൂൾസും കാണത്തില്ല. അത് കാരണം ഞാൻ ഞങ്ങളുടെ കയ്യിലുള്ള സ്ട്രക്ചർ വെച്ച് ഒരു ഓപ്പൺ ഷെൽഫ്, ഇത് 250 mm 25 സെൻറ്റിമീറ്റർ ഓപ്പൺ ഷെൽഫ്, ഇതൊരു കോർണർ യൂണിറ്റാണ്. ഈ കോർണർ യൂണിറ്റ് സിംഗിൾ ഡോർ വിത്ത് കോർണർ യൂണിറ്റാണ്. ഇവിടെ ഒരു ചെറിയ ബുദ്ധിമുട്ട് എന്നാന്ന് പറഞ്ഞാൽ, ഈ പടത്തിൽ ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. അതായത് ഈ ഡോർ ഈ ഡോർ തുറക്കത്തില്ല, കാരണം ഇത് ഞാൻ ആ സ്ട്രക്ചറിൽ മോഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇത്രയും ഭാഗം, അതായത് ഒരു 40 സെൻറ്റിമീറ്റർ നമ്മൾ കൈ അകത്തോട്ട് കടത്താൻ കുറച്ച് പ്രയാസമായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ബെൻഡ് ചെയ്ത് വേണം കടത്താൻ. അങ്ങനെ ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ഇതുണ്ട്. ഈ കോർണർ യൂണിറ്റിന് നോർമൽ കോർണർ അകത്തോട്ടുള്ള സ്പേസ്, ഈ കോർണർ യൂണിറ്റിൻ്റെ ഇത് ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ എൽ കോർണർ ഷേപ്പിലുള്ള ഇതുണ്ട്. എൽ ഷേപ്പിലുള്ള ഓപ്പൺ കോർണർ യൂണിറ്റ് ഉണ്ട്. അപ്പം നമുക്കത് കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആണ്. എന്നാ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ചിമ്മിനിയുടെ ഇവിടെ നിന്ന് 83 സെൻറ്റിമീറ്റർ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഏതാണ്ട് 1000, അതായത് 60 സെൻറ്റിമീറ്ററോളം ഇവിടെയുണ്ട്. അപ്പം ഒരു ഓപ്പൺ ഷെൽഫ് വെച്ച് കഴിയുമ്പോൾ ഇവിടെ ഒരു 20 സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ 20 സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ കോർണർ യൂണിറ്റ്, ഇത് ഷട്ടറുള്ള ഗ്ലാസ്സുള്ള കോർണർ യൂണിറ്റ്, ഗ്ലാസ് വേണമെങ്കിൽ ക്ലോസ്ഡ്, ഇവിടെ ഓപ്പൺ ഷെൽഫ്. അപ്പോൾ നമുക്ക് ഈ ചെറിയ ഗ്രോസറിയൊക്കെ ഇവിടെ വെക്കാൻ പറ്റും. അവിടെ വേണമെങ്കിൽ ഈ പറഞ്ഞ ഓപ്പൺ ഷെൽഫ് പൂർണ്ണമായിട്ട് എൽ ഷേപ്പിൽ ഓപ്പൺ ഷെൽഫ് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. 9 എന്ന് പറയുന്നതും ഒരു സ്റ്റോറേജ്, ഇത് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഗ്ലാസ് വേണ്ട, നമുക്ക് ക്ലോസ്ഡ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ക്ലോസ്ഡ് ആക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഇവിടെ ഈ സ്പേസ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ടേബിൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പച്ചക്കറിയൊക്കെ അരിയാനും രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഈ പറഞ്ഞ പെട്ടെന്ന് കഴിച്ചിട്ട് പോകാനൊക്കെ ഈ ഏരിയ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതിന് ബെത്തിൻ്റെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഡൈനിങ് ടേബിൾസ് ഉണ്ട്. ജസ്റ്റ് ഞാനതൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇതാണ് നമ്മുടെ കൊട്ടേഷൻ വരുന്നത്. കൊട്ടേഷനകത്ത് സാറിന് ഈ ഫസ്റ്റ് കോളത്തിനകത്ത് കിടക്കുന്ന നമ്പേഴ്സ് 1, 2, 3, 4, ഈ 1, 2, 3, 4 സാർ ഇങ്ങനെ നോക്കിയാൽ മതി. ഇതുണ്ട് 1, 2, 4, അങ്ങനെയാണ്. ഈ അവിടുത്തെ നമ്പറായിരിക്കും ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത് സീരിയൽ നമ്പറാണ്, ഇത് സാപ്പ് കോഡാണ്, ഓരോ പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. ഇതിൻ്റെ ആക്ച്വൽ RRP എന്ന് പറയുന്നത് MRP പോലത്തെ പ്രൈസാണ്. RRP പ്ലസ് 18%, അതാണ് MRP എന്ന് പറഞ്ഞാൽ 18 ടാക്സ് ഉൾപ്പെടെ, RRP പ്ലസ് 18%. ഇപ്പം 30% ഓഫ് ഉണ്ട്. അത് 30-ാം തീയതി വരെയാണ് 30% ഓഫ്. ആ 30% ഓഫ് അത് ഓരോ ടൈമിലും ഇങ്ങനെ വേരി ചെയ്യും. 15, 20, 25, 30. അത് രണ്ട് ആസ്പെക്റ്റിലാണ് വേരി ചെയ്യുന്നത്. ഒന്ന്, ഈ ടിക്കറ്റ് വാല്യൂവിൻ്റെ വലിപ്പം അനുസരിച്ച് പെർസെൻറ്റേജിൻ്റെ വലിപ്പം കൂടും. അതേപോലെ തന്നെ ഈ സീസണൽ ഓഫറിനകത്തും ഈ പറഞ്ഞ പോലെ തന്നെ ആ വേരിയേഷൻ വരും. അപ്പം അത് ഇപ്പം 30% ഓഫ് ഉണ്ട്. ആ 30% ഓഫ് കഴിയുമ്പം സാറിൻ്റെ ഡിസ്കൗണ്ട്, അത് 1,11,000 രൂപ, 2,59,000 രൂപയോളം വരും ഇതിൻ്റെ പ്രൈസിങ്. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് ഇത് സാർ നോക്കിയാൽ കാണാം. പ്രൈം സീരീസ് 90% GA, 10% SS202, 15 year വാറണ്ടി ഉള്ള പ്രോഡക്റ്റാണ്. ഫ്ലോർ യൂണിറ്റ്സിൻ്റെ മാത്രമുള്ള പ്രൈസിങ് ആണ് 1,78,000 രൂപ. വോൾ യൂണിറ്റ്സിൻ്റെ മാത്രമുള്ള പ്രൈസിങ് ആണ് 70,228. 5,653 എന്ന് പറയുന്നത് ഇതിൻ്റെ എൻഡ് ക്യാപ്പ്. ആ എൻഡ് ക്യാപ്പ് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് മുറിയിൽ നിന്ന് കയറി വരുമ്പം ഈ ബൈൻഡിങ് കാണാതിരിക്കാൻ ഇവിടെയും അതേപോലെ തന്നെ ഈ വോൾ യൂണിറ്റിലും സ്ട്രെയിറ്റ് നമുക്ക് കാണാതിരിക്കാൻ ഞാൻ ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഇവിടെയോ അല്ലെങ്കിൽ ഈ ഭാഗത്തോ ഒന്നും എൻഡ് ക്യാപ്പ് ഉപയോഗിച്ചിട്ടില്ല. ഈ രണ്ട് സ്ഥലത്ത് മാത്രം പെട്ടെന്ന് ഒരാൾക്ക് കയറി വരുമ്പം ഇതിൻ്റെ ബൈൻഡിങ് ഒന്നും കാണാതിരിക്കാൻ വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് അത്രയും വൃത്തികേടായിട്ടുള്ള സ്ഥലങ്ങളല്ല. എന്നാലും ഒരു ഷോയ്ക്ക് വേണ്ടി ആ സൈഡ് പാനലിൽ നിന്ന് ഈ ഇൻസ്റ്റാളേഷൻ കിറ്റ് എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആണ്. നമ്മളിപ്പം ഒരു TV വാങ്ങിക്കുമ്പോൾ ബ്രാക്കറ്റ് സെപ്പറേറ്റ് എന്ന് പറയുന്ന പോലെ ഒരു ഇൻസ്റ്റാളേഷൻ കിറ്റ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോൾട്ട് അങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഒന്നും ഓരോ പാക്കറ്റിലായിട്ടാണ് വരുന്നത്. അതിൻ്റെ ഇതും കൂടെ ചേർത്ത് ടോട്ടൽ 2,59,000 രൂപ വരും. അപ്പോൾ ഇതിനകത്ത് സാറിന് ഇപ്പോൾ വോൾ യൂണിറ്റുകൾ ഇല്ലാതെ എത്ര വേണമെന്നുണ്ടെങ്കിൽ 70,000 രൂപ കുറച്ചാൽ ഈ പറഞ്ഞ 1,78 ആവും. അപ്പോൾ ഈ 1,78 ആകുമ്പോൾ ഈ 30% എന്ന് പറഞ്ഞുള്ള ആ പെർസെൻറ്റേജ് ഞാൻ പറഞ്ഞല്ലോ, അത് വാല്യൂവായിട്ടും കൂടെ ബന്ധപ്പെട്ടാണ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ വേരിയേഷൻ വരും. അത് ഒരു 5% to ഒരു 7% വേരിയേഷൻ വന്നേക്കാം.
അപ്പം അതും കൂടെ നോക്കിക്കോണം. ഇതൊരു അക്സെപ്റ്റബിൾ നല്ല ഒരു കിച്ചണാണ്. എല്ലാ സാധനങ്ങളും കറക്റ്റായിട്ട് അതാത് സ്ഥലത്ത് വന്നു. ഈ സിലിണ്ടർ 2 സിലിണ്ടർ അതിനകത്ത് കയറും. ഈ സിലിണ്ടർ യൂണിറ്റ് ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പം കോർണറിലാണെന്നും പറഞ്ഞ് അത് വെക്കാനോ എടുക്കാനോ ഒന്നും ബുദ്ധിമുട്ട് വരത്തില്ല. അത്രത്തോളം ഈസി ആയിട്ട്. കാരണം 60 ഈ സിലിണ്ടറിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 സെൻറ്റിമീറ്ററേ ഉള്ളൂ ഇതിൻ്റെ ഡയമീറ്റർ. നമ്മുടെ യൂണിറ്റ് ശരിക്കും 60 സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് അല്ലെങ്കിൽ 57 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പം ഇത് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മൂവ്മെൻറ്റ് ചെയ്യാനുള്ള ഇതുണ്ട്. അപ്പം നല്ല വൃത്തിയായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും. അത് ഞാൻ കൈകാര്യം ചെയ്ത കാരണമാണ് അത് എടുത്തു പറഞ്ഞത്. സാറിൻ്റെ പല കളർ ഷെയ്ഡ്സ് ഉണ്ട്. ഹാൻഡിൽസ് ഇത് നോർമൽ ഹാൻഡിലാണ്. ഇതല്ലാതെ ഇൻബിൽഡ് ഹാൻഡിൽസ് ഉണ്ട്. ഞാൻ ഇതിനകത്ത് ഈ സോഫ്റ്റ്വെയറിനകത്ത് ആ ഹാൻഡിൽസ് ഒന്നും അവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. കാരണം ഇത് പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അല്ല. ഇത് ഈ സെയിൽസ് പോയിന്റിൽ നമ്മൾ കസ്റ്റമറിന് ഒരു ഐഡിയ കൊടുക്കാനും പിന്നെ അവൈലബിൾ സ്പേസ് ജഡ്ജ് ചെയ്യാനും ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ഇതിനകത്ത് ഒത്തിരി പ്രോഡക്റ്റ് അപ്ഡേഷൻസ് വരത്തില്ല. അപ്പം ഉള്ളത് വെച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സാറേ.